നമസ്കാരം. സ്വർണം വെക്കാൻ കൂട്ടുനിന്ന സഖാക്കളെയൊക്കെ ഇപ്പോഴും ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചു പോകുന്ന ഇടതുപക്ഷ നേതാക്കന്മാർക്ക് പൊന്നുകട്ടവൻ ആരാപ്പ എന്ന് നീട്ടിയുള്ള പാട്ട് കേട്ടപ്പോൾ വിറളി പിടിച്ചു. കക്കാത്തവനെ കട്ടവൻ എന്ന് വിളിച്ചപ്പോൾ എന്തിനാണപ്പാ ഈ വിറളി എന്ന് ചോദിച്ചപ്പോൾ എന്തിനാന്നറിയാത്ത ഒരു പരവേശം എന്നാണ് ഉത്തരം. ഇനി അതൊന്നും അല്ലെങ്കിൽ ആ വരികളിൽ ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ് എന്ന് പിണറായി അരിശം കൊള്ളുമ്പോൾ പാട്ടിന്റെയും പാട്ടുപാടിയവന്റെയും വേണമെങ്കിൽ മൈക്കിന്റെയും ചീട്ടുകീറാം കേരളം ഭരിക്കുന്ന മന്ത്രിമാർ. പക്ഷെ അയ്യപ്പന്റെ സ്വർണം കട്ടവൻ ആരെന്ന് കൃത്യമായി പറയാനും ആ കട്ടത് എവിടെയാണ് കടത്തിയതെന്നും പൂഴ്ത്തി വച്ചതെന്നും രാജ്യം വിട്ട് കടത്തിയത് ആരെന്നും ആരുടെ കൈകളിലേക്കാണെന്നും ഒക്കെ ഉത്തരം തെളിയുമ്പോൾ പാട്ടുപാടിയവനെ പിടിച്ച കൈകൾക്കൊക്കെ ഒരല്പം ബലം കുറയുന്നുണ്ട് എന്നാണ് പരക്കെ ശ്രുതി. രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ള സംഘത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നും സ്വർണ്ണപ്പാളി വിദേശത്തേക്ക് കടത്തിയെന്നുമുള്ള വിവരം കൈമാറിയ ദുബായിലെ വ്യവസായിയുടെ മൊഴിയെടുത്തു. ഇക്കാര്യം ദുബായിലെ വ്യവസായി തന്നോട് നേരിട്ട് പറഞ്ഞെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കത്ത് നൽകുകയും പിന്നീട് മൊഴി നൽകുകയും ചെയ്തു. അതീവ രഹസ്യമായാണ് വ്യവസായി എത്തിയതും മൊഴി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു കടത്താണെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം ശരിവെച്ചുകൊണ്ടുള്ള തീവ്ര ഗൗരവതരമായ മൊഴിയാണ് വ്യവസായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിരത്തിയത്. 500 കോടിയുടെ പുരാവസ്തു കടത്താണ് നടന്നതെന്ന് വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. രമേശ് ചെന്നിത്തലയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴി ലഭിച്ചതോടെ വിശദ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ 500 കോടിയുടെ പുരാവസ്തു കടത്താണെന്നും ഇതിനെക്കുറിച്ച് മലയാളിയായ വിദേശ വ്യവസായിക്ക് അറിയാമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തെ ആദ്യം അറിയിച്ചത്. ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് രമേശ് ചെന്നിത്തല മൊഴി നൽകിയത്. തന്റെ കയ്യിൽ തെളിവില്ല എന്നും വ്യവസായി തന്നോട് പങ്കുവച്ച വിവരം അന്വേഷണ സംഘത്തെ അറിയിച്ചെന്നുമാണ് ചെന്നിത്തല അന്വേഷണ ഉദ്യോഗസ്ഥരോട് അന്ന് വെളിപ്പെടുത്തിയത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും പൗരൻ എന്ന നിലയിലും കിട്ടിയ വിവരങ്ങൾ അടിച്ചമർത്തി വെക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് കാര്യം തുറന്നു പറഞ്ഞതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തിരുന്നു. വ്യവസായിയെ പറ്റിയുള്ള വിവരങ്ങളും SITക്ക് ചെന്നിത്തല അന്ന് തന്നെ കൈമാറി. അധികാരവും പണവും ഉണ്ടെങ്കിൽ മനുഷ്യനെ വിലക്കെടുക്കാം, തകർത്ത് തരിപ്പണമാക്കാം, മൂന്നാമതൊരു ചെവി അറിയാതെ എന്തും രഹസ്യത്തിന്റെ ഭരണിയിലിട്ട് കടലിൽ ഒഴുക്കിവിടാം. എന്നാൽ മനുഷ്യരോടുള്ളതിനേക്കാൾ പൈശാചികമായി ദൈവത്തിനോട് കളിച്ചാൽ എന്താണ് ഫലം എന്നുള്ളതിന് ബിംബങ്ങൾക്ക് മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ദൈവമില്ല എന്ന് വീറോടെ വാദിക്കുന്ന നേതാക്കന്മാർക്ക് ഇനി മനസ്സിലാകും. കേരളത്തിനകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്മേൽ ഈ സർക്കാർ ഉണ്ടാക്കിയ ആഴത്തിലുള്ള മുറിവുണക്കാൻ ചെറിയ കാലം മതിയാകില്ല. മാപ്പ് തരില്ല കേരള സമൂഹം. വിശ്വാസ മനസ്സുകൾ കട്ടത് പോരാഞ്ഞിട്ട് കട്ടത് കടലു കടത്തി കോടികൾ കീശയിലാക്കിയിട്ടാണ് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഞെളിഞ്ഞിരിക്കുന്നതെങ്കിൽ ഉത്തരം പറയേണ്ടി വരും. അമൂല്യമായ സമ്പത്ത് കേവലം വിശ്വസിച്ച് വോട്ട് തന്ന് വിജയിപ്പിച്ചതിന്റെ പേരിൽ കരിഞ്ചന്തയിലും കള്ളക്കടത്തുകാർക്കും മറച്ചു വിറ്റെങ്കിൽ വോട്ടുകൾ മുറുകി തുടങ്ങി. കട്ടവരുടെ ഒക്കെ സിംഹാസനങ്ങൾക്ക് ഇളക്കം സംഭവിച്ചത് പൊതുജനം നേരിട്ട് കണ്ടു തുടങ്ങി. ഇനി കുറ്റവാളി അതേത് പ്രമുഖനായാലും വെളിച്ചത്തിലേക്ക് വരാനുള്ള കാത്തിരിപ്പ് മാത്രമാണ് അവശേഷിക്കുന്ന സമയം.